4 ഫ്രണ്ട്സ്, 2 EVകൾ, കേരളത്തിൻ്റെ 11 ജില്ലകൾ. ഒരു റോഡ് ട്രിപ്പാണ്, ഒരു ഒന്നൊന്നര റോഡ് ട്രിപ്പ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ ഇന്ത്യക്കാരെ തന്നെ സ്വന്തം കമ്പനിയായ ടാറ്റയുടെ 2 EV. വെൽക്കം ടു ഹാഫ് ക്ലച്ച് മീഡിയ. ഇന്ന് പുതിയതായി ഒരു കാർ മേടിക്കാൻ നോക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ഓപ്ഷനാണ് EV, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ. സർവീസ് കോസ്റ്റ് കുറവാണ്, അത് ഭയങ്കര അപ്പീലിംഗ് ആണ്, സിറ്റി ഡ്രൈവിങ്ങിന് അടിപൊളിയാണ്. പക്ഷേ എന്നാലും അവരെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂസ്ഡ് ആണ്. ഇത് എന്തോരം ഓടും, ഇതിൻ്റെ ചാർജ് എന്തോരം നിൽക്കും, അതുപോലെ ഇതുകൊണ്ട് ആക്ച്വലി ഒരു റോഡ് ട്രിപ്പ് പോസിബിൾ ആണോ, ഒരു ലോങ് റോഡ് ട്രിപ്പ് പോസിബിൾ ആണെന്നൊക്കെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂഷനൊക്കെ ഉണ്ട്, പക്ഷേ ഇനി ആ കൺഫ്യൂഷൻ വേണ്ട, നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭൻ്റെ സ്വന്തം മണ്ണായ തിരുവനന്തപുരത്താണ്. നമ്മളിനി പോകുന്നത് കാസർഗോഡേക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:15 ആയിട്ടുണ്ട്. 2 വണ്ടിയും 100% ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചാർജ് ചെയ്ത് യാഹൂ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചാർജറിൻ്റെയാണ്. ഇത് ചാർജ് മോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ചാർജേഴ്സാണ്. ഇവിടെ 2 വണ്ടി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നമ്മുടെ ലുലു മാളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ, നമ്മുടെ ടെക്നോ പാർക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ പോവാണ്. ശരിക്കും എന്തൊരു മാറ്റമല്ലേ തിരുവനന്തപുരത്തിന് വന്നിട്ടുള്ളത്. അതെ, ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ട്രിവാൻഡ്രം എൻ്റയർലി മാറിപ്പോയി. എനിക്കൊന്ന് എറണാകുളത്തെക്കാളും സ്പീഡിൽ ട്രിവാൻഡ്രം ഒരു വലിയ സിറ്റി ആവും തോന്നുന്നു. VMK കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, 10 വർഷത്തിനുള്ളിൽ എന്തായാലും ചിലപ്പോൾ എറണാകുളത്തിനെ ഓവർടേക്ക് ചെയ്തിരിക്കും. ഓവർടേക്ക് ചെയ്യും തീർച്ചയായിട്ടും. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഹിസ്റ്ററിയിലെ ഒരു മേജർ കാര്യം നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. അരവിന്ദ് കാർസ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഒരു കാറായിരുന്നു. അത് 1966 മാനുഫാക്ചർ ചെയ്തത്. അത് നമ്മുടെ ഇവിടെ കൊച്ചി കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. പ്രൊഡക്ഷൻ കാറാണോ? പ്രൊഡക്ഷൻ ആക്കാൻ വേണ്ടി ഒരു പ്രോട്ടോടൈപ്പായിട്ട് നമ്മുടെ ഇവിടെ കേരളത്തിലെ KAB ബാലകൃഷ്ണൻ നിർമ്മിച്ച ആദ്യത്തെ ഒരു കാറായിരുന്നു. എന്തുകൊണ്ടും അത് നടന്നില്ല, അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്കാണ് നമ്മുടെ പുതിയ മേൽപ്പാലത്തേക്കൊക്കെ കയറിയിട്ടാണ് നമ്മൾ MC റോഡിട്ട് കയറുന്നത്. അതായത് മെയിൻ സെൻട്രൽ റോഡ്. തിരുവനന്തപുരത്തെ കേശവദാസപുരം മുതൽ എറണാകുളത്തുള്ള അങ്കമാലി വരെ നീളുന്ന ഒരു റോഡാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക റോഡ് സൈൻസും ആ റോഡിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ സിഗ്സാക്ക് അങ്ങനത്തെ ലൈനൊക്കെ കാണുന്നത്. പിന്നെയാണ് അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് എന്താണ് ഈ റോഡ് സൈൻ എന്താണെന്നൊക്കെ പഠിച്ചത്. MC റോഡിൽ ഒട്ടുമിക്ക എല്ലാ റോഡ് സൈൻസും ഉണ്ട്. MC റോഡിൽ കുറേ ജംഗ്ഷൻസും ഉണ്ട്, ട്രാഫിക്കും ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ ജംഗ്ഷൻസ് ആണ്. അങ്ങനെ ഈ MC റോഡ് വഴി ഓടിച്ച് നമ്മൾ 2ാമത്തെ ജില്ലയായ കൊല്ലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാണാണ് ജഡൈപ്പാറ. ഡിസൈൻ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? 2 വണ്ടിയുണ്ട് നമ്മുടെ കയ്യിൽ, നെക്സോണും പഞ്ചും. എനിക്ക് നെക്സോണാണ് ഇഷ്ടം. നെക്സോൺ ഓൾവേസ് നെക്സോൺ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ഡിസൈൻ. പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും. ഇറങ്ങിയപ്പോൾ കുറച്ച് ഓഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്, അതിൻ്റെ ഹെഡ്ലൈറ്റ് കുറച്ച് ബൾജ് ചെയ്തിരിക്കുക. എനിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഇഷ്ടമല്ലെങ്കിലും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടികളിലൊന്നാണ് ഈ നെക്സോൺ എന്ന് പറയുന്നത്. അത് അവർ ഐട്രേഷൻസിൽ അതിന് കുറച്ചും കൂടെ എസ്തറ്റിക് ആക്കി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ ദോ നെക്സോണും പഞ്ചും ഫ്രണ്ടിൽ നിന്ന് ഏകദേശം സെയിം ആണ്, പക്ഷേ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കുമ്പോൾ പഞ്ചിന് ഒരു കൺവെൻഷണൽ ഡിസൈനാണ് ഉള്ളത്. അതത്ര ഒരു അപ്പീലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫൺ ഫാക്ട്, നിങ്ങൾക്ക് അറിയാമോ, കൊല്ലത്തുനിന്ന് ശ്രീലങ്ക വരെ ട്രെയിനിൽ കയറി നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. എപ്പോൾ? കുറേ നാൾക്ക് മുമ്പാണ്. 1964 വരെ ഈ ട്രെയിൻ ഉണ്ടായിരുന്നു. കൊല്ലം ആക്ച്വലി ഒരു വലിയൊരു മാർക്കറ്റായിരുന്നു. സ്പൈസസിൻ്റെ അതുപോലെ കശുവണ്ടീൻ്റെ ഒക്കെ ഒരു വലിയ മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചരക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ പാമ്പം പാലൊക്കെ വഴി, ധനുഷ്കോടിയൊക്കെ വഴി കൊളംബോയിട്ട് പോകുന്നൊരു ട്രെയിനായിരുന്നു. അതാണ് അവിടെ പൊളിഞ്ഞെടുക്കണത് ഇപ്പോഴും. ശരിക്കും അത് പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1964 വലിയൊരു സൈക്ലോൺ ഉണ്ടായി. ഈ സൈക്ലോണിലാണ് ഈ പാലവും ഈ റെയിൽപാതയൊക്കെ പൊളിഞ്ഞത്. അങ്ങനെ കുറെ ആളുകൾ മരിക്കുകയും ചെയ്തു. ധനുഷ്കോടി ടൗൺ തന്നെ നശിക്കാൻ കാരണം അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു കൊടുങ്കാറ്റ്. അന്ന് സൈക്ലോണിൽ തന്നെയാണ് ശരിക്കും ധനുഷ്കോടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമവും ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തുകൊണ്ടാണ് ഈ 2 EV പെട്രോൾ സ്റ്റേഷനിൽ കിടക്കണമെന്ന്. കാരണം ചാർജിങ് സ്റ്റേഷനിൽ വാഷ്റൂമില്ല. അങ്ങനെ MC റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഫുൾ റെഡായി കിടക്കുന്നത്. കുറച്ചധികം ദൂരത്തേക്ക് റെഡായിരുന്നു.
അപ്പോൾ നമ്മൾ മാപ്പ് വന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലോട്ടൊരു കട്ടിങ് ഉണ്ടായിരുന്നു. കുറച്ച് കവർ ചെയ്ത് കയറി വരാൻ പറ്റുന്ന ഒരു കട്ടിങ് ആയിരുന്നു. നമ്മൾ ആ കട്ടിങ് എടുത്ത് വഴി ചെറുതായി വഴിയായിരുന്നു, ഒരു വണ്ടിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ പോയി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മാപ്പിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പുഴയുണ്ട്. എന്തായാലും അവിടെ ബ്ലോക്കാണ്. പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പോയി. ആ പുഴ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് വണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ അറ്റത്തെത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം കണ്ടു. ശരിക്കും അവിടെ വഴിയൊന്നും ഉണ്ടായില്ല. നമ്മളെന്നാലും ഒരു അഡ്വഞ്ചർ വൈബിൽ തന്നെ വണ്ടി അങ്ങോട്ട് എടുത്തു. നെക്സോൺ 205 mm, പഞ്ചിന് 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഈ 360 ക്യാമറയിലൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി വണ്ടി അകത്തേക്ക് കയറ്റാൻ പറ്റി. അവിടെ ഇത്ര അധികം നാളായിട്ടൊന്നും വണ്ടി പോയിട്ടില്ലെന്നാണ്. കാരണം വണ്ടി പോയിട്ടില്ല, ഫുള്ള് പുല്ലും ഇതുമാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് ഈ പഴയ വീടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം വീട്ടിലോട്ട് നോക്കണതിൻ്റെ ഒപ്പം തന്നെ സൈഡിലൊന്ന് മാവിലോട്ട് നോക്കിയായിരുന്നു. നല്ല അടിപൊളി മൂവണ്ട മാങ്ങ കിടക്കണമായിരുന്നു. നല്ലൊരു കഴിക്കാനുള്ള ഒരു ക്രൈവിങ്സ് ഉണ്ടായിരുന്നു. ഈ മാവ് കണ്ട അടുത്ത് ഞാൻ കാണുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ് ഒരു തോട്ടിയൊക്കെ എടുത്തോണ്ട് എവിടെ നിന്ന് ഒരു തോട്ടിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നു. പക്ഷേ സാധനം കിട്ടുന്നുണ്ടായില്ല. അപ്പോഴാണ് നമ്മുടെ മാങ്ങേറ് ചാമ്പ്യൻ മനുവിൻ്റെ ആക്യുറസിയും പ്രൊസിഷനും ഉള്ള ത്രോസ് നമ്മൾ കാണാനിടയായത്. അതിവിദഗ്ധമായിട്ടുള്ള മാങ്ങേർ. ഒരേല പോലും കണ്ടില്ല ഗൈസ്. പണ്ടത്തെ ചാമ്പ്യനായിരുന്നു. എന്റെ ആളിയ സീൻ അത് കൊള്ളാൻ പോയി ഗൈസ്. മിലിറ്ററി ഗ്രേഡ് വാച്ച് പോയി. മിലിറ്ററി ഗ്രേഡ് വാച്ച് വാങ്ങറിനിപ്പോ പൊട്ടിപ്പോയി ഗൈസ്. തേങ്ങ പോലെ ഒരു ഐറ്റം, പ്ലാവ് പോലെ ഒരു മരത്തിൽ തൂങ്ങി കിടക്കണുണ്ടോ? എനിക്കത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഞാനത് കണ്ടായിരുന്നു, പക്ഷെ ഞാനത് അന്നേരം വാച്ചിൻ്റെ സ്ട്രാപ്പ് പൊട്ടി വിഷമത്തിലായിരുന്നു. ഞങ്ങളിങ്ങനെ മാങ്ങയൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ പുഴയുടെ അടുത്തിട്ട് പോയത്. പുഴയുടെ അടുത്തിട്ട് പോയപ്പോൾ നല്ല തണുത്ത വെള്ളം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് കുളിക്കാൻ തോന്നി. അപ്പോൾ നമ്മളൊരു കുളി അങ്ങ് പാസ്സാക്കി. നല്ല സൂപ്പർ കുളി അല്ലേ? നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ചെറിയൊരു മഴയും കിട്ടി. വിഷ്ണുവാണി മരത്തേക്ക് നിർത്തി ചാടുകയും ചെയ്തു. അമ്മേന്ന് വിളിച്ച്. അപ്പോൾ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടി കയറി. നമ്മൾ ചെറുതായിട്ട് ട്രാക്ക് മാറിപ്പോയെങ്കിലും നമ്മുടെ ലക്ഷ്യം EV റോഡ് ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ ചൂടത്ത് വെന്റിലേറ്റർ സീറ്റൊക്കെ ഇട്ട് കംഫർട്ടബിളായിട്ട് നമ്മൾ കോട്ടൺ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയയിൽ മഴ കിട്ടിയെങ്കിലും നമ്മൾ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ തന്നെ ചൂട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വെന്റിലേറ്റർ സീറ്റ്. എൻ്റെ പുറം എപ്പോഴും വേർക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഫീച്ചർ. ഇപ്പോൾ വെന്റിലേറ്റർ സീറ്റ്സ് ആണെങ്കിൽ 3 മോഡുണ്ട്. പക്ഷേ പഞ്ചിൻ്റെ കുറച്ച് പവർ കുറവായിട്ടുള്ളത് തോന്നി. കാരണം നെക്സോണിൻ്റെ ഒരു 1-ലിടുന്ന പവറാണ് നമുക്ക് പഞ്ചിലൊരു ലെവൽ 3-ലിടുമ്പോൾ കിട്ടുന്നത്. പക്ഷെ ഒന്നും ഇല്ലാത്തതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അതെ, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അത്. അതെ. പിന്നെ അതിൻ്റെ കൂടെ പവർഫുൾ AC കൂടി വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതെ. പൊതുവേ EV ഭയങ്കര സൈലൻ്റ് ആണ്. അപ്പോൾ ഈ AC-യുടെ നോയ്സ് കേൾക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഭയങ്കര നോയ്സ് ഭയങ്കര കുറവായിരുന്നു AC-യുടെ. മൊത്തത്തിൽ EVക്ക് എനിക്ക് ഏറ്റവും ശരിക്കും ഫീൽ ചെയ്തത് ഈ നോയ്സ് വൈബ്രേഷൻ ലെവൽസ് വളരെ കുറവാണ്. അതെ, പാട്ട് കേൾക്കാൻ പറ്റിയവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം വേറൊരു നോയ്സും കേൾക്കില്ല. പുറത്തുനിന്നാണെങ്കിലും വളരെ കുറച്ചേ നോയ്സ് ഉള്ളൂ. എൻജിൻ നോയ്സ് ഇല്ല, വേറൊരു AC-യുടെ നോയ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ പാട്ടിനെ പ്യുവറായിട്ട് എൻജോയ് ചെയ്യാം. നെക്സോണിൽ JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. നല്ല അടിപൊളി സൗണ്ടാണ്. വിത്ത് സബ് 8 സ്പീക്കറും ഒരു സബും, മൊത്തം ഒരു 9 യൂണിറ്റ് സിസ്റ്റമാണ്, സൗണ്ട് സിസ്റ്റമാണ്. രണ്ടിൻ്റെ മ്യൂസിക് സിസ്റ്റം ആക്ച്വലി നല്ലത് തന്നെയാണ്. നെക്സോണിൻ്റെ കുറച്ചും കൂടെ നല്ലതാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നേരെ പോയാൽ എങ്ങനെയാണ്? നമുക്കൊരു ഡീവിയേഷൻ എടുക്കാം. AC റോഡ്, ഇത് വെരി ഫേമസ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. 24 കിലോമീറ്റർ സ്ട്രെയിറ്റ് സ്ട്രെച്ച്. അത് ബിറ്റ്വീൻ കുട്ടനാട് ത്രൂ പോകുന്ന റോഡാണ് AC റോഡ്. ഒരുപാട് താറാവിറച്ചിയും കള്ള് ഷാപ്പും നല്ല റെസ്റ്റോറൻറ്റ്സ്. ഈ നമ്മുടെ ആലപ്പുഴയുടെ ഒരു വൈബ് നമുക്ക് അതിൽ കൂടെ പോകുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. മറ്റേ വീഡിയോ കണ്ടാ ഒരു സമയത്ത് പ്രളയത്തിന്റെ ടൈമിൽ ഇതിൽ കൂടെ ഒരു വണ്ടിയും പോകില്ല. കാരണം സ്റ്റാറ്റസ് ആക്കിയ ആനവണ്ടി മാത്രം.
ആനവണ്ടി ഇതിൽ കൂടെ മാസമായിട്ട് ക്രോസ് ചെയ്ത് പോകും. ബാക്കി ഒരു വണ്ടിയില്ല പോകില്ലായിരുന്നു, അത്രയും വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പൊ ഹൈറ്റ് കൂട്ടിയെന്നാണ് ബിൽഡ് ചെയ്തിട്ടില്ലേ? ഹൈറ്റ് കൂട്ടി. നമുക്ക് AC റോഡിൽ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല കാസർഗോഡ് പോകാൻ. പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. നമുക്ക് എവിടെയും നിർത്തണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിർത്തും. ഒരാവശ്യമില്ലാണ്ട് വണ്ടി വരെ ഇറങ്ങി തള്ളി. നമ്മൾ EV-യിലാണ് പോകണമെങ്കിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസസും ചെയ്യുന്നില്ല. നമ്മൾ ഫോണും ഡ്രോണും ക്യാമറയും എല്ലാം ചാർജ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. AC ഫുൾ ടൈം ഓണാണ്, അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഉള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു ഫോൺ ഉണ്ടാവും. അങ്ങനെ കുട്ടനാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് NH-66 ഒരു ഭാഗമായിട്ടുള്ള ഈ ആലപ്പുഴ ബൈപ്പാസിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു. എറണാകുളം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്നത് കുറേ ഫ്ലാറ്റ്, മൗള്, അങ്ങനെ പരിപാടിയൊക്കെയാണ്. പക്ഷേ എറണാകുളത്തിന് മറ്റൊരു സൈഡുണ്ട്. ഇടക്കൊച്ചി വഴി പോയതുകൊണ്ട് തന്നെ നമുക്ക് ഈ എറണാകുളം സിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ കിട്ടി. അതുകൊണ്ട് അത് ഏകദേശം നമ്മുടെ പനമ്പള്ളിയുടെ സൈഡിലായിട്ടായിരുന്നു ആ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ വണ്ടി എടുത്തേ പിന്നെ നമ്മൾ ഏകദേശം ഒരു 240 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. നെക്സോണിൽ 16%, പഞ്ചിൽ 12% ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഓടിയത് കൊണ്ട് തന്നെ വണ്ടിക്ക് റെസ്റ്റ് വേണ്ട പോലെ തന്നെ നമുക്ക് റെസ്റ്റ് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയോടെ ചാർജിന് ഇട്ടിട്ട് അടുത്തുള്ള പനമ്പള്ളി നേറിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയത്. അങ്ങനെ വണ്ടി ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമായി ചാർജ് ചെയ്യും. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു പനമ്പള്ളിയിൽ. 5 EVക്ക് 485 രൂപയും നെക്സോൺ EVക്ക് 514 രൂപയാണ് ആയത് വണ്ടി ഫുൾ ചാർജ് ചെയ്തത്. നമ്മൾ കൊടുങ്ങല്ലൂരെത്തി, അവിടുന്ന് ഡിന്നർ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ റോഡൊക്കെ അത്യാവശ്യം ഫ്രീ ആയിരുന്നു. അതിനുശേഷം ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് ഓടിക്കാൻ തുടങ്ങി. ആക്ച്വലി ഞാനൊരു EV വിരോധിയായിരുന്നു. ഈ പുഷ് ചെയ്ത് ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്താണ് EV എന്ന് ഞാൻ മനസ്സിലാക്കി. EVയുടെ പൊട്ടൻഷ്യൽ, ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ക്യുക്ക് ഓട്ടേക്സിന് സൂപ്പറായിരുന്നു. റീജനറേറ്റീവ് ബ്രേക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് എപ്പോൾ കാലെടുക്കുന്നു ആ മൈക്രോ സെക്കൻഡിൽ വണ്ടി സ്ലോ ഡൗൺ ആവുകയാണ്. അപ്പോൾ പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ക്യുക്ക് ഓട്ടേക്സിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. ബ്രേക്കിങ്ങിനായാലും ആക്സിലേറ്റർ ത്രോട്ട് കൊടുക്കാനൊക്കെയാണ് ഭയങ്കര കോൺഫിഡൻസ്. ആക്സിലറേറ്റ് ചെയ്യുന്ന കാലെടുത്ത് ബ്രേക്ക് ഇട്ട് വെക്കുന്ന ആ ഒരു ലാഗേ ഇല്ല. അതുകൊണ്ട് നമുക്ക് വളരെ കൺട്രോളാണ്. നോർമലി സിറ്റി മോഡിലിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നേ, പക്ഷേ സ്പോർട്സ് മോഡിലിട്ടപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വന്നുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെയും ഉണ്ട്. അതെ, തീർച്ചയായും ബ്രേക്കിംഗ് കോൺഫിഡൻസ് അടിപൊളിയായിരുന്നു. ശരിക്കൊരു ചെറിയ റാലി ഓടിക്കുന്ന വൈബായിരുന്നു. കാരണം പെട്ടെന്നുള്ള ഡൈവേർഷൻസും കുറേ സൈൻസും കാര്യങ്ങളും. പിന്നെ നമ്മൾ 2 വണ്ടിയായിട്ടും കോളിൽ കണക്ട് ചെയ്തിട്ടേക്കാണ്. ഫ്രണ്ടിൽ പോയേക്കണവൻ ഓൾറെഡി നമുക്ക് ഡയറക്ഷൻ തന്നിയും, എടാ ഇവിടെ ഒരു റൈറ്റ് കട്ടുണ്ട്, ഇവിടെ ഒരു ഹമ്പുണ്ട്, ഇവിടെ കട്ടിങ് ഉണ്ട് എന്നൊക്കെ പറയണോണ്ട് നമുക്കൊരു നമ്മളിങ്ങനെ പുഷ് ചെയ്തപ്പോൾ നമ്മൾ കുറേ വണ്ടികൾ കുറേ ചേസ് ചെയ്ത് വന്നായിരുന്നു. ഈ പഞ്ചൊക്കെ കണ്ടുകൊണ്ടായിരിക്കും എല്ലാവരും പഞ്ചാണല്ലോ എന്ന് വിചാരിച്ച് കുറേ വണ്ടികൾ നമ്മളെ പിടിപ്പിക്കാൻ വന്നു. പക്ഷേ ഇത് EV ആണെന്നുള്ള കാര്യം അവർ മറന്നുപോയി. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 2 വണ്ടിയും ഒരു രക്ഷയില്ല. ആ ഇൻസ്റ്റൻറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവ് ആണ് അല്ലേ. നമ്മൾ വേറെ ഏതൊരു വണ്ടി കയറിയാലും നമുക്ക് ആ ഒരു ടോർക്ക് മിസ് ചെയ്യും. ഒരു വെർണ 1.6 ഒരു ഫോർച്യൂണറൊക്കെ നമുക്ക് ടെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനൊന്നും കണ്ടില്ല. മെയിൻലി ബിക്കോസ് അതൊരു പണി നടക്കുന്ന റോഡാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഡീവിയേഷൻസും സ്ലോ ആവും, പിന്നെ ഫാസ്റ്റ് ആവും. 40 to 80 km/h ആരാണോ കിങ് അയാളാണ് ആ റോഡിൽ കയറി പോകുള്ളൂ, ബ്ലോക്കുള്ള റോഡുകളിൽ. മേ ബി ഒരു ഹൈവേ സെക്ഷനിലൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ കയറി പോകും. ഹൈവേയിൽ സിമ്പിളായിട്ട് അടിച്ചു കളയാം. പക്ഷേ ഇങ്ങനത്തെ റോഡിൽ നമ്മുടെ വണ്ടി തന്നെയായിരുന്നു. അതെ, EV അങ്ങനത്തെ റോഡിൽ ക്യുക്ക് ഓക്ടേഴ്സിന് അടിപൊളിയാണ്. അങ്ങനെ ഓടിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ടാറ്റ പഞ്ചിൽ 26% ചാർജും ടാറ്റ നെക്സോണിൽ 28% ചാർജാണ് ബാക്കി ഉണ്ടായിരുന്നത്. 190 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്തത്. അങ്ങനെ ഈ 2 വണ്ടിയും ചാർജ് ചെയ്യാനിട്ട് നമ്മൾ കോഴിക്കോട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മണിക്ക് പോലും കോഴിക്കോടിൽ നിറയെ ആൾക്കാരാണ്. ഒരു ഹാപ്പനിങ് പ്ലേസാണ് കോഴിക്കോട്. അങ്ങനെ ഒരു 1.5 മണിക്കൂറുകൾക്ക് ശേഷം 2:30 ഞങ്ങൾ റൂം എടുത്ത് കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.